നമസ്കാരം. വാഹനങ്ങളുടെ ശവപ്പറമ്പ് കേട്ടിട്ടുണ്ടോ? എന്നാ ഇതാ അങ്ങനെ ഒരു വാഹനങ്ങളുടെ ശവപ്പറമ്പിലാണ് മക്കളെ ഞാനിപ്പോൾ ഉള്ളത്. ഈ വാഹനങ്ങളുടെ ശവപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ മരിച്ചുപോയ വാഹനം ഈ വകുപ്പിന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. കാരണം നിരത്തുകളിൽ ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റിൽ വെഹിക്കിളായിട്ട് ഓടുന്നത് ഇവരുടെ വാഹനമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശമല്ലാത്ത വിധത്തിൽ റവന്യൂ ഉണ്ട്, അവർക്ക് പോലും റിക്കവറി ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ കിടക്കുന്ന റവന്യൂ ഉണ്ട്. വീണ്ടും മോട്ടോർ വാഹന വകുപ്പിന്റെ ഉണ്ട്, സിവിൽ സപ്ലൈസിന്റെ ഉണ്ട്. സിവിൽ സപ്ലൈസിന്റെ ഇതിനകത്താട്ടോ ഒരു കുഞ്ഞ് സ്കൂട്ടർ ഭക്ഷ്യ പൊതു വിതരണ വകുപ്പിന്റെ ഉണ്ട്, മോട്ടോർ വാഹന വകുപ്പിന്റെ ഉണ്ട്. അത് പോലീസിന്റെ വാഹനമാണ്. കേരള പോലീസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നിൽ. എന്ത് രസമുള്ള വണ്ടികളാണെന്നറിയോ ഓരോന്നും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അംബാസഡറൊക്കെ നിന്ന് ഓടുമായിരുന്നു അല്ലേ? എത്ര കാലം ഓടേണ്ട വണ്ടികളാണ്. ആ വണ്ടികളൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. ഈ 2018 പ്രളയത്തിന്റെ സമയത്ത് കേരളത്തിലെ യുവജന സംഘടനയായ DYFI കോടിക്കണക്കിന് രൂപ ഈ ആക്രി പെറുക്കി വിറ്റ് സർക്കാരിലേക്ക്, അതായത് സർക്കാരിന്റെ ഖജനാവിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ കിടക്കണ ഈ വാഹനങ്ങൾ മുഴുവൻ പെറുക്കി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതിനകത്ത് ജീപ്പ് ഉണ്ട്, ഓട്ടോറിക്ഷകളുണ്ട്, അംബാസഡർ കാറുകളുണ്ട്, പിന്നെ പിക്കപ്പ് വാൻ ഉണ്ട്, ട്രാവലർ ഉണ്ട്. അംബാസഡർ തന്നെ ഒരു 4-5 എണ്ണം ഉണ്ട് ഇവിടെ. അതെ, ട്രാവലർ ഉണ്ട്, പിന്നെ പുറകിൽ 407 ലോറി ഉണ്ട്. അങ്ങനെ ഈ വണ്ടികൾ ഇപ്പൊ ഈ ചുരുങ്ങി ഈ സ്ഥലത്ത് കിടക്കുന്ന വാഹനങ്ങൾ തന്നെ പെറുക്കി വിറ്റ് കഴിഞ്ഞാൽ സർക്കാരിന് അത് ആക്രി വിറ്റ് അതിന്റെ പൈസ എടുക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തും. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് സിവിൽ സ്റ്റേഷൻ, കളക്ടറേറ്റ് അവിടെയാണുള്ളത്. അതിന്റെ ഒരു ഭാഗമാണിത്. ഇവിടെ കുറച്ച് കാട് പിടിച്ച സ്ഥലമുണ്ട്. ഈ കാടിനകത്ത് ഇത് അധികമാരും ശ്രദ്ധിക്കാണ്ട് കിടക്കുന്നതാണ് ഈ വാഹനങ്ങൾ. ഇനി ഈ സിവിൽ സ്റ്റേഷന്റെ മുറ്റത്ത് അവിടെ ഒരു 6-7 അംബാസഡർ കിടപ്പുണ്ട്, ഒരു കൊറോള കിടപ്പുണ്ട്, ഇതേപോലെ ഇൻഡിക വണ്ടി കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികൾ അവിടെ കിടപ്പുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എന്താണ് ഇതിന്റെ പുറകിലുള്ള നിയമപ്രശ്നം എന്നതാണ് എൻ്റെ ചോദ്യം. ഈ വാഹനങ്ങൾ ആക്രി വിലക്ക് വിറ്റിട്ട് ആ പൈസ ഖജനാവിലേക്ക് എടുക്കാനുള്ള നിയമപ്രശ്നം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേസുകളിൽ പിടിച്ച വാഹനങ്ങൾക്ക് കോടതി വഴിയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ആരും ചോദിക്കാനില്ല, ആരും ഇതിൽ ഒരു ചോദ്യവും ചോദിക്കില്ല എന്ന ഒരൊറ്റ ധൈര്യം കൊണ്ടാണ് മാറി മാറി വരുന്ന സർക്കാരുകളിൽ പോലും ഒരാർജവുമുള്ള ഒരാൾ ഇങ്ങനെ ഈ വാഹനങ്ങൾ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പിടിച്ചിട്ട വാഹനങ്ങൾ, അതൊക്കെ പോലീസ് സ്റ്റേഷന് ഭാരമാണ്. കുറെ റോഡ് സൈഡിൽ ഇട്ടിട്ട് അത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അങ്ങനെ ഇട്ടിരിക്കുന്ന വാഹനങ്ങൾ എന്തുകൊണ്ട് ഒന്നുകിൽ ലേലം ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട വാഹനങ്ങൾ ഇത്ര നാള് അതിന്റെ പ്രതികൾ വന്ന് വാഹനം തിരിച്ചെടുത്തില്ലെങ്കിൽ അത് ലേലം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അത് ചെയ്യാണ്ട് അത് അവിടെ കിടന്ന് നശിച്ചിട്ട് പോലീസ് സ്റ്റേഷന് ബുദ്ധിമുട്ട്, ചിലപ്പോൾ പോലീസ് സ്റ്റേഷന് പുറത്ത് വെച്ചിട്ട് ആ നാട്ടുകാർക്ക് ബുദ്ധിമുട്ട്, അതിലെ പോകുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഇതൊന്നും ഉണ്ടാക്കാതെ എന്താണ് ഇതിന്റെ നിയമപ്രശ്നം? അത് പരിഹരിച്ചിട്ട് ഈ വാഹനങ്ങൾ, ഇങ്ങനെ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ലേലം ചെയ്ത് പൈസ സർക്കാരിലേക്ക് എടുക്കുക. ഇതുപോലെ നശിച്ചു പോകുന്ന സാധനങ്ങളാണെങ്കിൽ ആക്രി വിലക്ക് തൂക്കി വിറ്റിട്ട് ആ പൈസ ഖജനാവിലേക്ക് എടുക്കണം. അതല്ലാതെ ഖജനാവിൽ പൈസ ഇല്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയാതെ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്തിട്ട് ഖജനാവിലേക്ക് പൈസ ഉണ്ടാക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാണ്. ഭയങ്കര കൊതുകാണ്, വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, കാട് പിടിച്ച സ്ഥലമാണ്. കാട് പിടിച്ച സ്ഥലത്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ വാഹനങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചതുപോലെ ഇങ്ങനെ നശിച്ച് താഴേക്ക് പോകും. അവിടെ ഒരു ചേസ് ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറേ വാഹനങ്ങൾ ഇങ്ങനെ നശിക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ നശിച്ചു പോകുന്ന കുറേ വാഹനങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ ചെയ്യാൻ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു തന്നാൽ ഞങ്ങൾ അവിടെ വന്ന് ആ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.